അല്ല ഹാർദിക്കിന്റെ അമ്മ ഇപ്പൊ റെഡി അല്ലേ? നിങ്ങള് തയ്യാറായില്ല എല്ലാത്തിനും? അങ്ങനെ ഹാർദിക്കിന്റെ അമ്മ എന്ന് പറയണ്ട, ഹിറ്റ്മാനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഹാർദിക്കിന്റെ അമ്മ. ഞങ്ങളിപ്പോ നല്ല ഉഷാറായിട്ട് കളിച്ചു വരുന്നു. കഴിഞ്ഞ കളി ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളികള് തോറ്റ മുംബൈ എവിടെ കഴിഞ്ഞ കളികൾ തോൽക്കുന്നത്? കഴിഞ്ഞ കളി ഞങ്ങൾ ജയിക്കുള്ള 9 റൺസ് ജയിച്ചാൽ നിങ്ങള് ടോട്ടലി പരാജയമല്ല. എത്ര തോൽവി? ഒരു ടോട്ടലി പരാജയമൊന്നുമില്ല. ഈ സീസണിൽ എത്ര തോൽവി? ഞങ്ങൾ ഈ സീസണിൽ എത്ര തോറ്റാലും ഇപ്പൊ അവസാനത്തിലല്ല ഞങ്ങളുള്ളത്. ഞങ്ങളിപ്പോ നിക്കണ 7ാം സ്ഥാനം. അത് പോട്ടെ ഞങ്ങള് എത്ര സ്ഥാനത്ത് നിൽക്കണം? 1ാം സ്ഥാനത്ത്. ഏക തോൽവി. ബാക്കിയുള്ള കളികൾ ചില കളികളൊക്കെ ജയിച്ച് അവസാന ഘട്ടത്തിലൊക്കെ പോയിക്കാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അതിനൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇങ്ങനത്തെ 5 കൊല്ലം ജയിച്ചിട്ട് പിന്നെ അടുപ്പിച്ചാണ് പൊട്ടലല്ലേ? പൊട്ടലില്ലല്ലോ ഇപ്രാവശ്യം. മുംബൈനോടോ? മുംബൈനെ ആദ്യത്തെ കളി ഞങ്ങൾ പൊട്ടിച്ചില്ലേ? അതന്ന് ഞങ്ങള് ശരിയായിട്ടില്ല. പാങ്കടയില് ബാക്കി കളിയിലൊക്കെ ഞങ്ങൾ പരിപാടി അടിച്ചു. അന്ന് അവിടുത്തെ ഫസ്റ്റ് കളി ആ പിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ ബാറ്റർമാരൊന്നും കൊളാക്കി. അപ്പുറത്തേക്കൊന്നുമില്ല. വാങ്കടേന് ഗ്രൗണ്ട് നിങ്ങളെ മടയില് വന്ന് 125 റണ്ണിന് ആൾ ഔട്ട് ആക്കി 15 ഓവറിൽ ചേസ് ചെയ്തു. അതിന്റെ ശേഷമുള്ള ഞങ്ങളെ കളികൾ എങ്ങനെയാണ്? അതിനേക്കാൾ വലിയ ഹീറോയിസ്. അതിന്റെ ശേഷമുള്ള ഞങ്ങളെ കളികൾ കളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകല്ല. പിന്നെ ഞങ്ങളെ മൈതാനത്താണെന്ന് കളി. നിങ്ങളിപ്പോ കഴിഞ്ഞ കളിയൊക്കെ ജയിച്ചത് എങ്ങനെയോ മുട്ടടിച്ച് ആ ബട്ട്ലർ അടിച്ചാണ്ട് കഴിച്ചിലായി. ബട്ട്ലർ മാത്രോ? മറ്റേ പവലടിച്ചല്ലോ ലാസ്റ്റ്. ഞങ്ങൾ എത്ര അടിച്ചു? 16 റണ്ണറ്റല്ലേ ആകെ അടിച്ചതിൽ. ആരൊക്കെ ഞങ്ങളിതിൽ ഇപ്പോ ഒരാളോ 2 ആളോ ഫോം ആയില്ലെങ്കിലും ഫോം ആകാൻ അവിടെ ആളുണ്ട്. അതാണ് ഞങ്ങളുടെ ഡെപ്ത്. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളെ, നിങ്ങളെ ബാറ്റിംഗ് നിരല്ല ഞങ്ങളുടെ. അതാണ് ബാറ്റർമാരാണ്. നിങ്ങളോട് 125. അതിന്റെ ശേഷം 11 മാറ്റി. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ഷഫേഡിനെയും മറ്റേ നെബിനൊക്കെ ഇറക്കാൻ തുടങ്ങിയത്. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ഉസാറടി കളിച്ചത്. അതിന്റെ ശേഷമാണ് ഇപ്പൊ എല്ലാവരും ഫോമിലായി. സൂര്യൊക്കെ എല്ലാവരും ഫോമിലൊക്കെ കളിക്ക് കണ്ടില്ലേ? ആ മുല്ലാൻപൂരിൽ ആണ് ഞങ്ങൾ 100 അടിച്ചു. അവിടെ ആരും അത്ര അടിച്ചിട്ടില്ല. ഇടക്കിടക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് അവസാനം തോറ്റിട്ടില്ലല്ലോ. കഴിഞ്ഞ കളി ഞങ്ങൾ ജയിച്ചില്ലേ? അതിന് മുമ്പത്തെ കളിയിൽ ആ തലന്റെ ടീമിനായിട്ട് തല നൃത്തം കാട്ടിയിട്ടാണ് ജയിച്ചത്. അത്ര നെരുവാണ് തോറ്റിയത്, തല അടിച്ചാണ് തോറ്റിയത്. അത് നോക്കണ്ട. നിങ്ങളെ ക്യാപ്റ്റന്റെ പോരായ്മ അത് വേറെ കാര്യം. നിങ്ങളെ ക്യാപ്റ്റന്റെ പൊത്തിന് ഒന്നും പറ്റൂല. നിങ്ങളിത് ജയിക്കുമ്പോ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ഭയങ്കര ഉഷാറ്, കുടുംബ വഴിക്കൊക്കെ തീർന്ന് ഭയങ്കര ഒന്നാണ്. തോൽക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞ കളിയില് എന്തുണ്ടായത്? ക്യാപ്റ്റൻ അവിടെ ബുദ്ധിമുട്ടായി നിൽക്കുമ്പോ രോഹിത് സ്റ്റെപ്പിൻ ചെയ്തു. അത് ജയിച്ചോണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു. ഫീൽഡ് സെറ്റിംഗ് ഒക്കെ മൂപ്പരാണ്ട് ഏറ്റെടുത്ത് കളി ജയിച്ചു. ഇതിപ്പോ തലന്റെ ടീം കാട്ടണം അതേ പരിപാടികൾ. ജയിക്കുമ്പോ ഹാർദിക്കിന്റെ ക്രെഡിറ്റുകൾ രോഹിത്തിന്റെ ആൾക്കാർ എടുക്കും, തോൽക്കുമ്പോ രോഹിതിന് ആ വാർത്തക്ക് കാണൂല. അതല്ല സംഭവം. പിന്നെ ഞങ്ങളെ ബൗളർമാരെ എങ്ങനെ നേരിടും എന്നാണ് പറഞ്ഞത്? ബോൾട്ട്, ബർഗർ, ഞങ്ങൾക്ക് അറിയണ പോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഓനൊക്കെ എന്താന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് അറിയണോണ്ടാണല്ലോ കഴിഞ്ഞ മുട്ടിടിച്ചു. കഴിഞ്ഞ കളിയിൽ നിങ്ങളെ മുഴുവൻ വിക്കറ്റ്. ഞാൻ പറഞ്ഞല്ലോ അത് ആ വാങ്കടെ പിച്ചിൽ ആദ്യത്തെ കളി ഇത് ഞങ്ങളെ പിച്ചിലാണ്. ഞങ്ങളെ പിച്ചാകുമ്പോ ഞങ്ങൾക്ക് എളുപ്പമാണ്. ഒന്നും കാട്ടാൻ കഴിയില്ല. അതിനേക്കാൾ ഭീകരമായ ഒരു തോൽവി നിങ്ങളെന്ന് കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കളി ഞങ്ങൾ 15 ഓവറിൽ ഞങ്ങളായിട്ട് ചേസ് ചെയ്ത്. കഴിഞ്ഞ കളി നിങ്ങൾക്ക് ബസ് ഇട്ടിട്ട് നിങ്ങൾക്ക് പോയി. ഞങ്ങൾക്ക് 2 ആഴ്ചന്റെ അപ്പുറത്ത് നടന്ന കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും മുക്തരായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. അല്ല, ഞങ്ങൾക്ക് മുക്തരാവേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ടീം ആരാണ്? രാജസ്ഥാൻ റോയൽസ് ആണ്. ഒരാൾ തിളങ്ങിയില്ലെങ്കിൽ മറ്റൊരാൾ അവിടെ തിളങ്ങാണ്ട്, ബോളിംഗ് തിളങ്ങാണ്ട്, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം, സ്ക്വാഡ് നന്നായിട്ട് ഡെപ്ത് ഉള്ള ഒരു ടീം, എന്തുകൊണ്ടും മികച്ച ടീം, 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം. ഈ രാജസ്ഥാൻ റോയൽസിന് നിങ്ങൾക്ക് തറ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം 100% അതവിടെ അടിവരട്ട് ഉറപ്പിച്ചോളി.